പറശ്ശിനിക്കട അമ്പലത്തിൽ ആദ്യമായിട്ട് വന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതിൽ പേടിയല്ല, മറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറശ്ശിനിക്കട മുത്തപ്പൻ എന്നൊരു കഥാപാത്രം അല്ലെങ്കിൽ അതൊരു നമ്മുടെ ഒരു വിശ്വാസമാണ്, ഈശ്വര വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസം എടുത്ത് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഒരു അഭിനയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ കൊടുക്കാൻ സാധിക്കും, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ഡയറക്ടർ പറയുന്ന പോലെ സ്ക്രിപ്റ്റിലുള്ള പോലെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഫിസിക്കലി മെൻ്റലിയൊക്കെ പ്രിപ്പറേഷൻ ഞാൻ പറയില്ല, ഞാൻ എന്നെ തന്നെ ഒരു ആക്ടിങ് സ്റ്റുഡൻ്റ് ആയിട്ടൊക്കെ കണക്കാക്കുന്നു. കാരണം ഒരു ആക്ടർ എന്ന് പറയാൻ തക്ക രീതിയിലുള്ള പെർഫോമൻസ് ഞാൻ കാഴ്ച വെച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ മുത്തപ്പൻ്റെ ക്യാരക്ടർ എന്നിലേക്ക് വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഫിസിക്കലി കുറച്ച്, കാരണം മുത്തപ്പൻ എന്ന് പറയുമ്പോഴത്തേനും ഫിസിക്കലി അദ്ദേഹം ഈ പറയുന്ന പോലെ കാട്ടിലൊക്കെ ഓടി നടന്ന് ജീവിതത്തിൻ്റെ ഒരു ആഘോഷം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. ഈ വിശ്വാസം എന്ന് പറയുന്നത് അതിൻ്റെ തുല്യത, വിശ്വാസത്തിൻ്റെ ഒരു തുല്യത എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഡയറക്ടർ, ഞാൻ കുറച്ച് ബോഡിയിട്ടുണ്ട്, അപ്പോൾ ഡയറക്ടറൊന്നുമില്ല, മുത്തപ്പൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫിസിക്കൽ ഫിറ്റ്നസ്സൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം കഴിച്ചിരുന്ന ആഹാരവും അങ്ങനെയൊക്കെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. പിന്നെ ഒരു വ്യക്തി എന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ ഒരു വ്യക്തി എന്ന രീതിയിൽ ചില വ്യക്തികൾ, അതായത് ചില എന്നെ തന്നെ ഞാൻ പറഞ്ഞത് ഒരു മൃതമൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ചെയ്തത്. ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 4 ദിവസം മുമ്പ് വീണ്ടും പറശ്ശിനിക്കട അമ്പലത്തിൽ എത്തി. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞാൻ കണ്ട് മനസ്സിലാക്കി. അതിനുശേഷം അവിടെയുള്ള കുറച്ച് നാട്ടുകാരത്തൊക്കെ കുറച്ച് സംസാരിച്ചു. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം ജാതി മത ഭേദമന്യേ എല്ലാവരും പറശ്ശിനിക്കട മുത്തപ്പനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കണ്ണൂരിലെ ഇതൊരു വലിയ സവിശേഷതയാണ്. ഇതൊരു ഷൂട്ടിംഗ് നടന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞില്ല. കാരണം ഞങ്ങളെ ഷൂട്ടിംഗ് നടക്കുന്നത് ഒരു കാട്ടിൽ വെച്ച് കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ കാട് കഴിഞ്ഞിട്ട് ഒരൊറ്റ വീഡിയോ, അതൊരു ജോസേട്ടൻ്റെ വീടാണ്. ഈ ജോസേട്ടൻ നമ്മൾ ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ഒരു കഥ സിനിമയാക്കുന്നത് ഇദ്ദേഹത്തിനുള്ള ഒരു എനർജി, ഇദ്ദേഹം പിന്നെ ഈ സിനിമ നല്ലതായിട്ട് വരണമെന്നായ വേണ്ടി ഞങ്ങൾ അദ്ദേഹം ഈ പറയുന്ന പോലെ നമുക്കുള്ള ആവശ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് നമുക്ക് തുറന്നിട്ട് ആ വീട്ടിൽ ഈ പറയുന്ന പോലെ സ്വന്തം മക്കൾ വരുന്ന പോലെ തന്നെ ഞങ്ങളുടെ ഷൂട്ടിങ്ങിൽ എല്ലാ ആൾക്കാരെയും സ്വീകരിക്കുകയും. ഞാൻ ഒരു ദിവസം ഞങ്ങൾ കാരണം നമുക്ക് നൈറ്റ് കംപ്ലീറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം നമുക്കവിടെ താമസിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യം. അപ്പം ഈ ആ നാട്ടിലെ എല്ലാവർക്കും പറശ്ശിനിക്കടവ് മുത്തപ്പൻ, ഇതിനു മുമ്പ് തെയ്യത്തെ ബേസ് ചെയ്ത സിനിമകൾ വന്നിട്ടുണ്ട്. പറശ്ശിനിക്കടവ് മുത്തപ്പനെ ഇനിയും ലോകമെമ്പാടുമുള്ള മലയാളികൾ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ അറിയണമെന്ന രീതിയിൽ അവരും പ്രയത്നിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്രയൊരു പ്രോഗ്രാം നടത്താൻ സാധിച്ചത്. ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സമയം കൊടുക്കും. എന്താ തോന്നുന്നത്? അപ്പോൾ നിങ്ങളുടെ സീസണൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണുന്നുണ്ട്, ബൈക്കുകളായാലും ഇത് കാണാറുണ്ട്. ഇപ്പോഴത്തെ സീസൺ നോക്കുമ്പോൾ 6 കണ്ടസ്റ്റൻസ് കയറിയതിന് ശേഷം ഏറ്റവും സ്പൈസ് ചെയ്തു, അതിനുശേഷം ഡൗൺ ആയി തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ? ബിഗ് ബോസ് ഹൗസ് ഓരോ സീസൺ എന്ന് പറയുന്നത് ഓരോ വീടാണ്, ഓരോ വീടും ഓരോ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ സമൂഹത്തിൻ്റെ പ്രതിഫലനം എന്നൊക്കെ പലരും പറയാറുണ്ട്, പക്ഷെ അതൊരു എൻ്റർടൈൻമെൻറ്റ് ഗെയിം ഷോ ആണ്, ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോ വീട് ഓരോ എക്സ്പീരിയൻസ് ആണ്. ഈ വീട് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആണ്, അടുത്ത വീട് വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാം ഒരുപോലെ ആകാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ മുൻകാല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എൻ്റെ കഴിവിനേക്കാൾ ഉപരി പ്രേക്ഷകർ തന്ന സപ്പോർട്ടും സ്നേഹം കൊണ്ടാണ് ഞാൻ ജയിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ആ സീസൺ 3rd സീസൺ പ്രേക്ഷകരുടെ പേരിൽ അതിലെ താരങ്ങൾ പ്രേക്ഷകരായിട്ട് തന്നെ അറിയപ്പെടട്ടെ, പ്രേക്ഷകരായിട്ട് തന്നെ അറിയപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷത്തെ സീസൺ വേറൊരു ടൈപ്പ് സീസണാണ്. അതിനെ ഞാൻ അങ്ങനെ കാണുന്നത്. അതാണ് ഞാൻ അതിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ അതിലെ കണ്ടസ്റ്റൻസിനെ കുറിച്ചൊരു അഭിപ്രായം പറയാനോ ഞാൻ അതിനെങ്ങനെ എൻജോയ് ചെയ്ത് കാണുന്നത്. മെയിനായിട്ട് ഇപ്പം ബിഗ് ബോസ് വിവാദത്തിലാണ് ഇങ്ങനെ ഒരു പറഞ്ഞു പാവം ഫേക്കാണ്, പല കുറ്റങ്ങളും നമ്മൾ നടക്കുന്നുണ്ട്, ക്യാഷ് കാസ്റ്റിംഗ് വെച്ചിട്ട് പെൺകുട്ടികളെ പോലും ഒരു അപകടീയ രീതിയിൽ പെരുമാറിയിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. ഭയങ്കര ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം ബിഗ് ബോസ് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇരുന്നുണ്ടോ? ഇല്ല, എനിക്ക് വ്യക്തതയും കൃത്യതയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ തയ്യാറല്ല. എന്നെ കറക്റ്റായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഞാൻ കയറിയത്. അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊരു വ്യക്തതയും കൃത്യതയും എനിക്ക് പുള്ളിയുടെ തന്നെ ചോദിക്കുന്നത്. എനിക്ക് വ്യക്തതയും കൃത്യതയുള്ള കാര്യത്തെക്കുറിച്ച്, കാരണം ഞാനെന്ന് പറഞ്ഞ ഒരാൾ അതിനകത്ത് ഞാൻ പറയട്ടെ, ഞാൻ അതിനകത്ത് ജയിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര മെൻ്റൽ പ്രശ്നമൊന്നും ഒരു പറഞ്ഞ കുറച്ചാൾ അവരുടെ ഒരു സീക്രട്ട് റൂമിനകത്ത് മാറി അതിനുശേഷം ഡോക്ടറെ കണ്ടുപിടിച്ചു. അവിടെ വെച്ച് ഡോക്ടറെ കാണിച്ചിട്ട് എന്നെ തിരിച്ചത്. അപ്പം ഒരുപക്ഷെ വേണമെങ്കിൽ പ്രേക്ഷകർക്ക് എന്നെ തോൽപ്പിക്കുകയായിരുന്നു. പക്ഷേ പ്രേക്ഷകരുടെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല 2 ആഴ്ച നിൽക്കുമെന്ന് വിചാരിച്ച് പോയ ഒരാളാണ്. അപ്പോൾ അത്രയും എത്തി അവരെന്നെ അത്രയും എന്നിട്ടും വലിയ ഹോട്ടലിൽ നിന്ന് ജയിച്ചു.
പിന്നെ ആ കോവിഡ് സമയത്ത് എനിക്കൊരു വലിയ സഹായവും വലിയൊരു സ്നേഹവും തന്നെയായിരുന്നു ബിഗ് ബോസ് ഹൗസ്. നമ്മളൊരു ബയോ ബബിളിനകത്തായിരുന്നല്ലോ. കോവിഡിൻ്റെ പീക്ക് ടൈമിലായിരുന്നു. അപ്പോൾ ഒരു ബയോ ബബിളായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഹൗസിനകത്ത് ഒരു വ്യക്തതയും കൃത്യതയുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് വ്യക്തതയും കൃത്യതയുണ്ട്. ഇപ്പുറത്തുള്ള വ്യക്തതയും കൃത്യതയും ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാറുണ്ട്. നോർമലി എല്ലാ സീസണിലും ഈ പറഞ്ഞ പോലെ ഓരോ വീടാണ്, ഓരോ ആളുകൾ വരുമ്പോൾ എന്തായാലും എൻ്റെ പ്ലാറ്റ്ഫോം മാറും, വരുന്ന ആളുകളുടെ സ്വഭാവം മാറും. ഈ സീസണിൽ അങ്ങനത്തെ ഒരു പ്ലാനിൽ വന്നത് വെറുതെ കാണിച്ചു കിട്ടിയത് പോലെ ആയിപ്പോയില്ല. സിബിനെ ഒരു എന്തൊക്കെയോ കാട്ടിക്കൂടൽ പോലെ ഫീൽ ചെയ്തോ? ഇല്ല ബ്രോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ പണ്ട് സിനിമയിൽ വരുന്നതിന് സിനിമ കാണാൻ പോയിട്ട് എല്ലാ സിനിമയും വിമർശിക്കുക. സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയാൽ സിനിമയിലൊരു സിനിമ പ്രവർത്തകരായി മാറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം ഓരോ സിനിമയുടെ പിന്നിൽ. എല്ലാ സിനിമയിലും ഇപ്പം ഞാനപ്പോൾ എനിക്ക് ലാസ്റ്റ് മിനിറ്റ് സിനിമ പണ്ട് ഞാൻ ബിഗ് ബോസ് ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസൺ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും. പക്ഷേ അതിനകത്ത് കണ്ടസ്റ്റൻ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിനകത്തുള്ളൊരു സിൻസിയറിറ്റി മനസ്സിലായത്. അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഞാൻ എന്താ പറയുക, മുൻകാലം ഒരു വീട്ടിൽ നിന്നൊരാൾ ഇപ്പോൾ പുതിയ ആൾക്കാർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു എക്സ് കണ്ടസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സീനിയർ ഇതായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എല്ലാവരും ആശംസകൾ. പിന്നെ അത് അങ്ങനെ ഞാനൊരു ഗെയിം ഷോ ആയിട്ട് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. ആ വീട്ടിൽ കിടന്ന് എല്ലാവരും വിജയിയാണ്. കാരണം എന്താ പറയുമ്പോൾ ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ പൊതുവെ അവർക്ക് എൻ്റെ സ്വഭാവം അറിയാം. ഫ്രണ്ട്സിനെ വിളിക്കാറില്ല, ഇതൊക്കെ വേണമെന്നുണ്ട്, അഭിനയം മാത്രം പോലും എന്നാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ പല ഇതും തരണം ചെയ്തിട്ടാണ് ഞാൻ അതിനകത്ത് അങ്ങനെയുള്ള വെല്ലുവിളികൾ തരണം ചെയ്ത് ആ സ്റ്റെപ്പ് എടുത്ത് വെച്ച് എല്ലാവരും എന്നെ സംബന്ധിച്ച് വിജയിക്കുന്നത്. പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, പ്രേക്ഷകർ നല്ല വോട്ട് കൊടുക്കുന്ന ആൾക്കാർ. ഇത് കഴിക്കാന്നപ്പോഴും ഫീൽ അല്ലെങ്കിൽ ലവ് ട്രാക്ക് ഇപ്പോൾ നമ്മൾ ആ പടം എല്ലാ സീസണും കൂടെ പേർലി നിമിഷം അങ്ങോട്ട് കപ്പളും മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ലൈഫിലായാലും ഇപ്പോൾ ഹാപ്പിയായിട്ട് ബാക്കിയെല്ലാം കഴിക്കാന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ സീസണിലെ ഗബ്രി ജാസ്മിൻ ആ ഒരു കോമ്പോ അത് വന്നു. പിന്നീട് അത് കഴിക്കാമെന്ന് പറഞ്ഞു, കല്യാണം കഴിക്കുന്ന ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറയാൻ ഒരു സീസൺ വ്യൂ ചെയ്യുന്ന ഒരാളെന്നല്ല നിലയിൽ അങ്ങനെ ഫീൽ ചെയ്തോ? മറ്റൊരാളുടെ മനസ്സറിയാൻ പറ്റുന്ന യന്ത്രമൊന്നും എൻ്റെ കയ്യിലില്ല. നമ്മൾ എന്താ പറയണ്ടേ, ആടുജീവിതം ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മളനുഭവിക്കാത്ത പല കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ച് കെട്ടുകഥകളെന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങൾ അത് അവർക്കല്ലേ അറിയാത്തത്. അപ്പം നമ്മൾക്കത് എങ്ങനെയാണ് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും നല്ലൊരു വിജയിക്കട്ടല്ലേ. എല്ലാവരും ഈ പറയുന്ന പോലെ പ്രേക്ഷകരുടെ സപ്പോർട്ടുള്ളത്